ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് കറ്റാർ വാഴ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം കറ്റാർ വാഴ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു തണ്ട് കറ്റാർ വാഴ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് സോപ്പേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു നാല് പീസ് സോപ്പേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനാവശ്യമുള്ള കറ്റാർ വാഴ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു തണ്ട് കറ്റാർ വാഴ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സോപ്പ് ബേസ് എടുക്കണം. കണ്ടപ്പോൾ സോപ്പ് ബേസ് പകുതിയേ ഉള്ളൂ, ബാക്കി നമ്മൾ ഉപയോഗിച്ച് ബാക്കിയേ ഉള്ളൂ. അപ്പോൾ ഖാദിയുടെ സോപ്പ് ബേസാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിനേക്ക് ഇടുക. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിലൊരു മഞ്ഞ ഒരു കറയുണ്ട്. അപ്പോൾ നമ്മൾ ആ തണ്ട് കറ്റാർ വാഴ ചെടിയിൽ നിന്ന് തണ്ട് മുറിക്കുമ്പോൾ ഒന്ന് തലകുത്തനെ നോക്കുമ്പോൾ നമുക്ക് വെക്കുമ്പോൾ കാണാൻ പറ്റും ഒരു മഞ്ഞ കളറിൽ ഒരു ജെല്ല് ഒഴുകി വരുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചെടി അത് കറ്റാർ വാഴ തണ്ട് പറിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അത് തലകുത്തി നേരെ നിവർത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ മഞ്ഞ സ്രവം ഒഴുകി പോയിക്കോളും. അതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി എടുക്കുക. അപ്പോൾ അത് പീസാക്കി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ജെല്ല് മാത്രം മതി. നമുക്ക് തൊലി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തൊലി കളയാനായിട്ട് നമുക്ക് ആദ്യം പീസിൻ്റെ രണ്ടറ്റത്തുള്ള ആ ഒരു മുള്ള് പതത്തില്ലേ, അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം രണ്ട് തൊലിയും കളയാം. അപ്പോൾ അകത്തുള്ള ജെല്ല് കിട്ടും. ആ ജെല്ലാണ് നമുക്കിത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ ആ ജെല്ലെടുത്ത് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല മിക്സിയിലിട്ട് അടിക്കേണ്ടെങ്കിൽ വേറെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുത്താലും മതി. അപ്പോൾ നമുക്കത് ഇതായിട്ട് കിട്ടിക്കോളും, ജെല്ലായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ജെല്ല്. അപ്പോൾ ഇതാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ ഇത് നമുക്ക് ഫേഷ്യൽ ബാറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബോഡി മുഴുവൻ അപ്ലൈ ചെയ്യുന്ന സോപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പോൾ സൺടാണൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു സൺടാണൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ ഉപകാരമാണ് നമ്മുടെ ഈ സോപ്പ് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ. അതുമല്ല നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സോപ്പിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് കെമിക്കലില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ കറ്റാർ വാഴയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതൊരു പീസ് മേടിച്ചിട്ട് നമുക്കൊരു സോപ്പ് ബേസ് മേടിച്ചിട്ട് കറ്റാർ വാഴ തണ്ടൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ കറ്റാർ വാഴയല്ല വേറെ സോപ്പാണ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ, ക്യാരറ്റ് അങ്ങനത്തെ, അല്ലെങ്കിൽ പച്ചമഞ്ഞളൊക്കെ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയൊക്കെ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ, അതാണ് അത് കാണിക്കാഞ്ഞത്. അതിന് ശേഷം നമ്മളൊരു വലിയൊരു പാത്രത്തിൽ നമ്മൾ അടുപ്പിൽ വെക്കുക. അതിനകത്ത് കുറച്ച് വെള്ളം എടുക്കണം. അപ്പോൾ നമ്മളൊരു ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. സോപ്പ് ബേസ് ഉരുക്കണം. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സോപ്പ് ബേസ് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു വലിയൊരു പാത്രം എടുക്കുക. വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പീസിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ബാക്കിയുള്ള സോപ്പ് ബേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി, വേഗം ഉരുകി കിട്ടും. വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് ക്യൂബായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും വലിപ്പത്തിലായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇതിലും ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ ആകാം. അപ്പോൾ നമുക്ക് ആ ക്യൂബ്സ് ഓരോന്നായിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേഗം തന്നെ അരിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റിലെ കാര്യം നമുക്കെല്ലാം ഒരു സോപ്പ് റെഡിയാക്കി കിട്ടും. 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് സോപ്പിലുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം. കറ്റാർ വാഴ അടിച്ചെടുക്കുന്നതും സോപ്പിൻ്റെ ബേസ് ഇരിക്കുന്നതും എല്ലാം കൂടി 5-10 മിനിറ്റ് മതി. അത്രയും തന്നെ ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സോപ്പ് ബേസ് ഉരുക്കാം.
വെള്ളം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ സോപ്പ് ബേസ് ഉരുകി കിട്ടും. അപ്പോൾ നമുക്കിത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പഴയ പാത്രം, നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുവാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ സാരമില്ല, നമ്മൾ അപ്പോൾ തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ ആ സോപ്പിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സോപ്പിനിപ്പം നാച്ചുറൽ സോപ്പല്ല, ഇപ്പം അതിന് കളറൊന്നുമില്ല. അപ്പം നമ്മുടെ കറ്റാർവാഴയ്ക്ക് കളറൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കതിന് കളറൊന്നും ഇല്ല. എനിക്കിപ്പോൾ കളർ ആവശ്യമാണ്, കളറുള്ളതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഫുഡ് കളറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒട്ടും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ കളറിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, കളറിലൊരു ഗുണവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കളറൊന്നും ചേർക്കാതെ, ഒന്നൊരു കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ സ്മെല്ലിന് വേണമെങ്കിൽ നമുക്ക് പെർഫ്യൂംസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സോപ്പ് ബേസ് മുഴുവൻ ഉരുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കറ്റാർവാഴ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറ്റാർവാഴ ഞാനിവിടെ ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. അല്ല ഒരുപാട് അങ്ങ് ലൂസായിട്ട് അടിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ, അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് സോപ്പ് ഒന്ന് സെറ്റാക്കാം. അതിനായിട്ട് ഇത് സോപ്പിൻ്റെ ആ ഒരു ഷേപ്പ്, പല ഷേപ്പ് കിട്ടാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. സോപ്പ് ബേസ് ഇതും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് വാങ്ങിയത്. അപ്പോൾ ഇതിൽ നാല് ഷേപ്പിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ഹാർട്ട് ഷേപ്പിലോ റൗണ്ടിലോ ഒക്കെ നമുക്ക് നമുക്ക് സോപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സാധാ പേപ്പർ കപ്പിലോ അല്ലെങ്കിൽ സാധാ ഒരു പാത്രം എടുത്തിട്ട് ഐസ്ക്രീമിൻ്റെ കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് ജസ്റ്റ് ഒരു ലേശം ഒരു എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചെടുക്കുന്നത് വേഗം ഇങ്ങനെ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേഗം പൊളിഞ്ഞ് വരാനായിട്ട്, അടർന്നു വരാനായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം, സൈഡിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലേശം എണ്ണ എല്ലാത്തിലായിട്ടും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇണക്കി വെച്ചിരിക്കുന്ന സോപ്പില്ല, സോപ്പ് ഒരുപാട് അങ്ങ് തണുത്തൊന്നും പോകരുത്. ഈ ഒരു എണ്ണ തേക്കുന്ന ആ ഒരു സമയം മാത്രമുള്ള തണുത്താൽ മതി, ആ ഒരു ചൂട് പോയി കിട്ടും. ആ സമയത്തേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന കറ്റാർവാഴ അധികം ഞാൻ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു പീസ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാത്തിനകത്തും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് 4 സോപ്പ് ഉണ്ടാക്കാനുള്ളത്, ആ ഒരു സോപ്പ് ബേസിൻ്റെ ആ പകുതി കൊണ്ട് നമുക്ക് 4 സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് സെറ്റാകാനായിട്ട് ഒരു ഫുൾ നൈറ്റ് വെക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടണമെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. കവർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, എങ്കിലും ഒരു 2-3 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് എടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടും സെറ്റായില്ലെങ്കിലും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് ഇതാണ് നമ്മുടെ സോപ്പ്. അപ്പോൾ അധികം സെറ്റായിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ നല്ല രീതിക്ക് കട്ടിക്ക് ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ സോപ്പ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കറ്റാർവാഴ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കറ്റാർവാഴ ഇട്ട സ്ഥലത്തേക്ക് നമുക്ക് ആര്യവേപ്പോ മഞ്ഞളോ അങ്ങനെ എല്ലാം കൂടെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ചേരുന്ന ടൈപ്പിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇനി നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം, അതെങ്ങനെയുണ്ട്, പതയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം സോപ്പ് എടുക്കാം. അതേപോലെ വളരെ ചെറിയ ഒരു രീതിക്കാണ് ഞാൻ സോപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല പതയുണ്ട്, അത്യാവശ്യം നല്ല പതയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് നല്ല സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കളറും ആ ഒരു കറ്റാർവാഴയുടെ ആ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് കളറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കളറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കളറൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് വീട്ടിൽ നമ്മുടെ സോപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.